വാങ്ങിച്ചോടി. ആരെങ്കിലും തന്നെ വാങ്ങിക്കുവന്നു. നിന്നോട് ചോദിച്ചത് എടി വാങ്ങിക്കുവന്നു. ചെടിപ്പെടുത്തു. ആരാടി വാങ്ങിച്ചത്? ആരെങ്കിലും വാങ്ങിക്കുവന്നു. അച്ഛൻ ഒരു അച്ഛൻ വന്നിരിക്കുന്നു. കണ്ടോമോന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കോടി. ഒരു അച്ഛൻ വന്നിരിക്കുന്നു. അച്ഛൻ നമ്മളുള്ള വഴക്കിൽ നീ എന്തിനാ കുഞ്ഞിനെ തല്ലുന്നത്? എന്റെ മോളെ ഞാൻ തല്ലും. താനാരെ ചോദിക്കാൻ? അയാൾ വല്ലെന്നാ നീ വാങ്ങിക്കോ? വരൂ നമുക്ക് പോ. എന്തൊരു സ്ത്രീ അവര്. അയാളും അവരും തമ്മിലുള്ള വഴക്കിനെ കുഞ്ഞെന്ത് പഴിച്ചു? ഇതാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം. ഈ പറയുന്ന നീ ആണേലും ഇതേ ചെയ്യൂ. പിന്നെ നമുക്ക് കാണാം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്. വേണ്ട. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്നെ നിരാശപ്പെടുത്തുന്നത്. എനിവേ ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്തെങ്കിലും പിടിച്ചോളാം. മോളെന്താ വല്ലാതിരിക്കുന്നത്? മോൾ ആന്റിയോട് പിണക്കാണോ? എന്താ ആന്റി ഇഷ്ടല്ലേ? എന്തിനാ ഉണ്ണി തല്ലിയത്? ഡാഡി കൊടുത്ത ചോയ്സ് അല്ല ആന്റി എന്തിനാ വലിച്ചെറിഞ്ഞത്? അത് പിന്നെ കുട്ടികൾ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താ വാങ്ങാമോ? അതുകൊണ്ടല്ലേ. ചിന്നുമോളുടെ ഡാഡി അങ്ങനെ ആരെങ്കിലും ആണോ? ഇനി ആന്റി ഒരിക്കലും ഉണ്ണിയെ തല്ലില്ല. പ്രോമിസ്. ഇപ്പൊ പിണക്കം തീർന്നോ? ആന്റി ഉണ്ണി എവിടെ? ഉണ്ണിയെ കത്രീന ചേട്ടത്തി കുളിപ്പിക്കുക. ആന്റി ക്ലാസ്സിലെ മിസ്സും കുട്ടികളും പറയുന്നു എന്റെ ഡാഡിയാണ് ഉണ്ണി മോളുടെയും ഡാഡിന്ന്. ശരിയാണോ? ആന്റി ഈ ഡൈവോഴ്സ് വെച്ച എന്താ? ആന്റി എന്റെ മമ്മിയാണോ? ആന്റി വിളിക്കുന്നു. ചെല്ലുമോളെ. ചെല്ലുമോളെ. അങ്ങനെ ഞാനിവിടെ കണ്ടപ്പോ വെറുതെ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്താ. നമുക്ക് പോവാം. ടീച്ചർ ഗുഡ് ഈവനിങ്. ടീച്ചർ ടീച്ചർ ഇതാണ് എന്റെ ട്യൂഷൻ മാസ്റ്റർ. ഹലോ, പ്ലീസ് ടു മീറ്റ് യു. എന്തോ എന്താ പറഞ്ഞേ? എന്താ? പ്ലീസ് ടു മീറ്റ് യു. മീറ്റിംഗ് യു. ഇതാണ് ജാനകി ടീച്ചർ. ടീച്ചർ ഈ മാസ്റ്റർ പറഞ്ഞത് ടീച്ചറിന്റെ തലയില് കളിമണ്ണാണെന്ന്. വണ്ടി കളിമണ്ണല്ല മോളെ, ചകിരിച്ചോറാ. ഇപ്പഴാ മനസ്സിലായത്. വണ്ടി വിട്, വണ്ടി വിട്, വണ്ടി വേഗം വിട്. താഞ്ഞിട്ട് വന്നേ. തന്റെ ബ്രദറിലൂടെ കത്ത് വന്നിട്ടുണ്ട്. ഈ മാസം 28-ാം തീയതി എൻഗേജ്മെന്റ് വെച്ചാൽ അവർക്ക് വരാൻ സൗകര്യമായിരിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. കല്യാണം അടുത്ത മാസം 16-ാം തീയതി ഗുരുവായൂർ വെച്ച് നടത്താം. കല്യാണം ഗുരുവായൂർ വെച്ചായതുകൊണ്ട്
എല്ലാവർക്കും ചിലപ്പോൾ വരാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ട് നമുക്ക് എൻഗേജ്മെന്റ് ഗ്രാൻഡ് ആക്കണം. തനിക്ക് വിളിക്കുന്നവരൊക്കെ വിളിച്ചോ. എന്തിനാ ചേട്ടാ വലിയ ആർഭാടങ്ങളൊക്കെ? എന്റെ കുഞ്ഞുമങ്ങളുടെ കല്യാണമല്ലേ, അവളുടെ കാര്യത്തിന് ഒരു കുറവും വരാൻ പാടില്ല. സാർ, എന്താ ഇത്? സുദർശൻ ആൻഡ് സൺസിന്റെ കോംപ്ലിമെന്റ് ആണ്. ഉം. അയ്യോ അത് വേണ്ട, എന്തിനാ എന്റെ ഡയറി വായിക്കും? അല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ എന്നൊന്ന് പ്രൈവസി. ഞങ്ങൾ തമ്മിൽ ഇന്ന് ആദ്യമായി കണ്ടുമുട്ടി ഇന്റർവ്യൂവിന് പോയപ്പോൾ ആ ജോലി എനിക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ എന്നേക്കാൾ അർഹത ഡാഷിനാണെന്ന് തോന്നി. ആരേ ഡാഷ്? ഞാനോ? ഇന്ന് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. കൊള്ളാം, നല്ല പേര്. ജയദേവൻ. ജയൻ എന്ന് വിളിക്കണോ ജയേട്ട എന്ന് വിളിക്കണോ? ജയൻ വേണ്ട, ജയേട്ട. ഓ, അതൊക്കെ പറഞ്ഞ ഏർപ്പാടാണ്. ജയൻ മതി. ജയേട്ട എന്ന് വിളിച്ചാൽ ഇനി ഞങ്ങൾ എല്ലാം മറന്ന് ഒന്നായി. ഡാഷ് ഡാഷ് ഡാഷ്. ഡാഷ് 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 ഡാഷ്. ഡാഷ് ഡാഷ് ഡാഷ്. ഇന്ന് ജയൻ ഒരു ടെസ്റ്റിന് വേണ്ടി മദ്രാസിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ എനിക്കൊരു പട്ടുസാരി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സാരിക്ക് വിലക്കുറവാണത്രേ. എനിക്ക് പട്ടുസാരി നന്നായിട്ട് ഇണങ്ങുമെന്ന്. അങ്ങനെയാണോ? ഇന്ന് വൈകുന്നേരം ജയൻ എത്തുമെന്ന് പറഞ്ഞിരുന്നതാ. എന്തോ കണ്ടില്ല. ഇന്നും കണ്ടില്ല. ഇന്നും കണ്ടില്ല. ഇന്നും കണ്ടില്ല. ഇന്നും കണ്ടില്ല. ഇന്ന് ജയന്റെ വിവാഹമായിരുന്നു. പക്ഷേ വധു ഞാനല്ല. ഉണ്ണിമോളെ, നമുക്ക് പോയി കളിക്കാം. എന്റെ മമ്മി വഴക്ക് പറയും. നമുക്ക് ഇവിടെ കളിക്കാം. എന്റെ വീട്ടിൽ പോണി മോളെ. അവിടെ പുതിയ ടോയ്സ് ഒക്കെ ഉണ്ട്. ഉണ്ണിയുടെ മമ്മി വരുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു വരാം. വാ. ഉണ്ണിമോളെ, ഉണ്ണിയുടെ കത്തിരിക്ക ചേർത്ത് വിളിക്കുന്നു. ഞാൻ പോവാ. ആ, നമുക്ക് ഉണ്ണിമോളുടെ മമ്മിയെയും എന്റെ ഡാഡിയെയും ഇന്ന് പറ്റിക്കാം കേട്ടാ? എങ്ങനെ? ഉണ്ണിമോൾ എന്റെ ഡ്രസ് ഇട്ടിട്ട് ഇവിടെ നിൽക്കണം. ഞാൻ ഉണ്ണിമോളുടെ ഡ്രസ് ഇട്ടിട്ട് അവിടെ പോകാം. ഉണ്ണിമോൾ പേടിക്കണ്ട കേട്ടോ? വാ വാ. ഉണ്ണിമോൾ ഇവിടെ ഇരുന്ന് കളിച്ചാ ഞാൻ ഉണ്ണിമോളുടെ വീട്ടിൽ പോയി കളിക്കാം. അയ്യോ, ഞാൻ കന്നഡ തരാൻ മറന്നുപോയി. ഉണ്ണിമോളെ, പഠിക്കാനുള്ള ഇവിടുന്ന് കളിക്കുകയാണോ? ചെന്ന് പഠിക്ക്. അതെന്താ അത്? ഒന്നുമില്ല. ചെല്ല്. എന്താ ഡാൻസ് ചെയ്യുന്നത്? പോയി പഠിക്കുമോളെ. ചെല്ല്.
ചേട്ടൻ വന്നു തോന്നുന്നു. അതെ സുശീലേ, ചേട്ടന് ചോറെടുത്ത് വെക്ക്. ആ ശരി. ചിന്നയുടെ ചേട്ടന് മുറിയിലുണ്ട്. എന്ത് പറ്റി ഒറ്റ പോയി കിടക്കാൻ? ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോ ഞാനാ കിടന്നോളാൻ പറഞ്ഞത്. മമ്മി മമ്മി കഥ പറഞ്ഞിട്ടാ മമ്മി. കഥയോ? എന്ത് കഥ? ഇന്നെന്താ പതിവില്ലാതെ കിടന്നുറങ്ങ്. ഇന്ന് കണ്ണാടിയൊക്കെ വെച്ച് വലിയ സ്റ്റൈലിലാണല്ലോ കിടക്കുന്നത്. ടോണിക്ക് വെക്കണ്ടേ? വാ. ആഹാ, മോൾ ഉറങ്ങിയിട്ടില്ലേ? ഡാഡിയെ പറ്റിക്കായിരുന്നല്ലേ? ആ വേഗം എഴുന്നേറ്റ് ടോണി കുടി. ആ എഴുന്നേറ്റ് എഴുന്നേക്ക് മോളെ. ടോണി കുടി. ആ കുടിക്കും മോളെ. എന്നും കുടിക്കുന്നതല്ലേ, ഇന്നത്തെ എത്ര മടി? കണ്ണുടച്ച് കുടിച്ചോ. മമ്മി? ഏത് മമ്മി? ഉണ്ണിമോൾ പറഞ്ഞിട്ടാ ഞാനിവിടെ കിടന്നത്. അപ്പൊ ചിന്നുവോ? എന്റെ മമ്മീന്റെ അടുത്തുണ്ട്. അവിടെ ആളുള്ളതല്ലോ. മോള് കരയണ്ട, ഇവിടെ കിടന്നോ. എന്റെ മമ്മീന്റെ അടുത്ത് പോണം. നാളെ പോവാം മോളെ. എനിക്കിപ്പോ മമ്മിയെ കാണണം. ആന്റി 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 മമ്മി 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 ആരെ വിളിക്കുന്നു? ആരത്? മമ്മി ഞാനാ ഉണ്ണിമോൾ. വാതിൽ തുറക്കും മമ്മി. ചിന്നു ചിന്നുമോനെ ഉണർത്തണ്ട, അവളിവിടെ കിടന്നോട്ടെ. മോള് ചിന്നുമോളുടെ കൂടെ കിടന്നു. മമ്മി കിടക്കുന്നില്ലേ? കിടക്കാം, വാ. ഇവിടെ അടുത്തുവരെ വന്നപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. അത് ശരിയിരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട് മാറാൻ പോവുകയാണെന്ന് കേട്ടല്ലോ. അതെ. വീട് വേറെ ഏതെങ്കിലും കിട്ടിയോ? ഇല്ലെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്തരാം. പിന്നെ എനിക്ക് മായയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മുഖവര ഇല്ലാതെ തന്നെ ഞാൻ പറയാം. ഞാൻ മായയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു.
എന്താ മായ ചിരിച്ചു കളഞ്ഞത്? മായയുടെ ഹിസ്റ്ററി എല്ലാം എനിക്കറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. ഒരുപക്ഷെ മായ എന്റെ മഹാമനസ്സെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കും. എന്റെ മായയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. മായ ഇത്രയും കാലം ഈ കുഞ്ഞുമായി അനാഥയായി ജീവിച്ചത് ആലോചിക്കുമ്പോൾ എനിക്ക് താങ്ങാനാവുന്നില്ല. ഇതിനാരാണ് ഉത്തരവാദി എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞതെല്ലാം ഒരു ദുഃഖ സ്വപ്നം പോലെ നമുക്ക് മറക്കാം. എന്റെ മായ. മിസ്റ്റർ ഗോപൻ, ഞാൻ ഇത്രയും നേരം സഹിച്ചത് നിങ്ങൾ വിലാസിനിയമ്മയുടെ മകനാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. നൗ യു പ്ലീസ് ലീവ് ദിസ് പ്ലേസ്. മിസ്റ്റർ ഗോപൻ, ഇതെന്താ പതിവില്ലാതെ ഈ ഭാഗത്തൊക്കെ? എനിക്കെന്താ ഇവിടെ വന്നുകൂടെ? വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ് കാര്യം പറ. എനിക്കൊരല്പം ജോലി തിരക്കുണ്ട്. നിന്റെ കലാപരിപാടികൾക്ക് ഇവിടെ ചില സ്ഥിര ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ മാനം മര്യാദക്ക് ജീവിക്കുന്നവരുടെ അടുത്ത് ഇത് വേണം. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് കല്യാണം കഴിക്കാതെ കൊച്ചുണ്ടാവില്ലോ. പിന്നെ ഞാൻ വരുന്നത് നിനക്കിഷ്ടമല്ലെങ്കിൽ നീ കയറി വീട്ടിനകത്തിരുന്നു കാണണ്ട. ഇനി മേലിൽ നീ ഇങ്ങോട്ട് വരരുത്. നീ ആരാ അത് പറയാൻ? ഏതായാലും നീ കണ്ടം ചെയ്തിട്ടിരിക്കുമല്ലേ. ഞാനൊന്ന് ഓവർറോൾ ചെയ്തെടുക്കാമെന്ന് നോക്കട്ടെ. അതായത് ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കാമെന്ന്. പാമ്പായാലും പഴവില്ലാസനം നല്ലത്.